ഗോദീശ്വരൻ എന്നല്ല പറയാം, ശരിക്കും ഗോപതീശ്വരായിരുന്നു. അത് ലോപിച്ച് ഗോദീശ്വരായതാണ്. മഹാദേവനും മഹാവിഷ്ണുദേവനും തുല്യ രീതിയിലുള്ള പൂജാകർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. ബലിതർപ്പണമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇത് കാര്യമായിട്ട് നടന്നു പോകുന്നത് ബലിതർപ്പണമാണ്. അപ്പോൾ ഇവിടെ ഈ കാശി, രാമേശ്വരം, മുരുടേശ്വരം ഒക്കെ ഗണത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗോദീശ്വര ക്ഷേത്രം. ഇത് പൂർവിക കാലത്ത് കടലാക്രമണത്തിൽ നശിച്ചു പോയൊരു ക്ഷേത്രമാണ്. അതേസമയം കാശിയിലെത്തിയ രണ്ടാമന് സാക്ഷാൽ ഓംകാരേശ്വരൻ തന്നെ സ്വപ്നദർശനം നൽകി. നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതെന്നും ഗോശുശ്രൂഷയെക്കാളും ഗോപൂജയെക്കാളും വലിയ തീർത്ഥാടനം ഒന്നുമില്ലെന്നും ഭഗവാൻ ഭക്തനോട് പറഞ്ഞു. തിരികെ ഗോദീശ്വരത്തേക്ക് മടങ്ങിപ്പോയി ക്ഷേത്ര നിർമ്മാണത്തിൽ സുഹൃത്തിനെ സഹായിക്കാനും ഭഗവാൻ നിർദ്ദേശിച്ചു. ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. കൊടിമരത്തിന് മുകളിൽ ആ പ്രദേശത്തിന് മുഴുവൻ രക്ഷയായിക്കൊണ്ട് നന്ദികേശനുമുണ്ട്. തുല്യ പ്രാധാന്യത്തോടെ മഹാവിഷ്ണുവും തൊട്ടടുത്തായി കുടികൊള്ളുന്നു. കൂവളമാലയും ധാരയും ശിവന് പ്രിയപ്പെട്ടതാകുമ്പോൾ തുളസിമാലയും പാൽപ്പായസവുമാണ് വിഷ്ണുവിനുള്ള വഴിപാട്.